നമസ്കാരം. രഞ്ജിത് ഡയറീസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാത്തിനും പ്രോത്സാഹനം. അപ്പോൾ ഞാൻ തന്നെ ഇന്ന് അമ്പലപ്പുഴ വരുന്നു. അപ്പോൾ ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി പോകാം. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകൾ ഒന്ന് കാണിക്കാൻ കരുതി. ഇപ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതോടൊന്നും നിങ്ങളെ കാണിക്കാൻ കരുതി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗീവയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഗീവ കൊടുക്കുന്നുണ്ട്. അപ്പം ചോദ്യം സിമ്പിളാണ്. നമ്മൾ മണ്ടർ വാട്ടർ ഫോഴ്സ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു കുടുംബശ്രീയുടെ ഒരു ചെറിയൊരു കഫേ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ കഫേയുടെ പേരെന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പം ആ പേര് നിങ്ങൾ എന്താണെന്ന് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ മണ്ടർ വാട്ടർ ഫോഴ്സിൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. മണ്ടർ വാട്ടർ ഫോഴ്സിൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ പേരെന്താണെന്ന്. നമ്മൾ ആ ഒരു വീഡിയോ നിന്നായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഗീവയുടെ വീഡിയോ അനൗൺസ്മെൻറ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് കമൻറ്റ് ചെയ്തവർ അതിനകത്ത് ചെയ്ത് കുഴപ്പമില്ല, ചെയ്തവർ അത് ചെയ്താൽ മതി, മാറ്റി ചെയ്യേണ്ട. നമ്മളത് ഇത് കണക്കാക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും ആളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 3 സമ്മാനമാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ സമ്മാനം എന്തൊക്കെയാണ് നമ്മൾ വേറത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലാത്തൊരു നേരെ ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾ നേരെ കമൻറ്റ് ചെയ്യുക. അപ്പം ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അമ്പലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ കരിമാടിക്കുട്ടൻ്റെ ഈ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കരിമാടി എന്നൊരു സ്ഥലത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ പോയിട്ടില്ല, ആദ്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഈ റൂട്ട് ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇവിടെ പോകുന്നത്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറി അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ പുറകെ കാണുന്നതാണ് കരിമാടിക്കുട്ടൻ്റെ ബുദ്ധസ്തൂപം. ശേഷം ബുദ്ധപ്രതിമ പോലെയില്ലേ. കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഈ കരിമാടി ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയ്ക്ക് കിഴക്കോട്ട് മാറി 5 കിലോമീറ്റർ മാറിയാണ് കരിമാടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ് ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. ഇത് കറുത്ത കട്ടിയുള്ള ഗ്രാനൈറ്റിനാണ് ഈ ഒരു ബുദ്ധപ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ബുദ്ധപ്രതിമ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അർദ്ധഭാഗമേ ഉള്ളൂ. അതായത് തലയ്ക്ക് കീഴ്പോട്ട് ഒരു വലത് കൈയും ശരീരത്തിൻ്റെ പകുതി ഭാഗവും വലത് കാലും മാത്രമേ ഉള്ളൂ. വലത് കൈയും പകുതി ഭാഗവും കാലിൽ നഷ്ടപ്പെട്ടതാണോ അത് ഈ പ്രതിമ ഇങ്ങനെയാണോ നിർമ്മിച്ചതെന്ന് അറിയത്തില്ല. അപ്പം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദമായിട്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയൊരു അറിവുകളാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് സംരക്ഷിച്ചു പോകുന്നത്. ഇവിടെ ധാരാളം ബുദ്ധമത വിശ്വാസികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു അപകടം പോലെ എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഇതെല്ലാം കണ്ടില്ല, കാട് പിടിച്ചെടുക്കുന്ന ആരും ഒന്നും കണ്ടില്ല. അവിടെ ഒരു ഉദ്യോഗസ്ഥരെയോ ആരും ഒന്നും കണ്ടില്ല. ആർക്കെല്ലാം വന്നവിടെ കയറി കാണുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഒരു പുരാവസ്തു വകുപ്പിന് കീഴിലുള്ളത് മറ്റുള്ള സ്മാരകങ്ങൾ നമ്മൾ കാണുന്നവരല്ല ഇത് കാണുന്നത്. കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഒരു സംരക്ഷിത സ്മാരകമായിട്ട് ഇപ്പോഴും സൂക്ഷിച്ച് പോരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ കാഴ്ചകൾ വേണ്ട പരിഗണന ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഇവിടെ അടച്ചുപെട്ടിട്ട് കാട് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് നേരെ വന്നത് അമ്പലപ്പുഴ കടപ്പുറത്തോട്ടാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു അംഗൻവാടിയാണ്. അപ്പോൾ മീൻ പിടിച്ച് ഉപജീവന മാർഗം നടത്തുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ഇവിടെ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ചേച്ചിമാർ ഇരുന്നിട്ട് അവിടെ നിന്ന് ചെമ്മീനൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയുള്ളതായിരിക്കണം. അപ്പോൾ ഇതാണ് അമ്പലപ്പുഴ കടപ്പുറം. അതെ, പിള്ളേരുണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട്. അധികം നമ്മളെ കൂടെ നല്ല പായലുണ്ട്, നല്ല തിരയുണ്ട്. വീടുണ്ട്. ആ വീട്ടിലൊക്കെ താമസിക്കാൻ സമ്മതിക്കണം, നല്ല ഡേഞ്ചറാണ്. ഈ കല്ല് കൊണ്ടൊക്കെ വലിയ പ്രയോജനമുണ്ടോ? എനിക്കറിയത്തില്ല. ചിലപ്പോൾ അങ്ങ് വരെ കാണുമായിരിക്കും. ഇത്രയും കടൽ കയറി വന്നു. ഇത് വെള്ളം കിടക്കില്ല. ഇത്ര വെള്ളമാണ് ഞങ്ങളുടെ 2015 പ്രളയത്തിന് വന്ന് ആളുകളെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ വെള്ളം കൊണ്ട് നമ്മളവിടെ ഇത്ര വെള്ളത്തിലാണ് നമ്മളെന്ന് നമ്മളോടെല്ലാം വന്ന് കൊണ്ടുപോയത്. കറക്റ്റ് ടൈമിംഗ് ആയി. ഇന്നിപ്പോൾ ഇന്ന് മാത്രം 12 ആയില്ലേ. ഇപ്പോൾ കടപ്പുറത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ചിറങ്ങി. നല്ല വെയിലുള്ളതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തിരിച്ചിറങ്ങി. അതിൽ നേരം നിന്നില്ല. അപ്പോൾ ഇതാണ് വഹാബിക്കാട് ചായക്കട. വളരെ ഫേമസ് ആയിട്ടുള്ള ചായക്കടയാണ്. 50 രൂപയ്ക്ക് 4 പൊറോട്ടയും ഒരു ബീഫ് കറിയും കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം വന്നാലേ ബീഫ് ഫ്രൈയും അല്ല ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടത്തുള്ളൂ. രാവിലെ കറികൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ
ഈ ഒരു കടയെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ആദ്യം വീട് വന്നില്ല, നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ 4-5 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. ഭക്ഷണത്തിന് യാതൊരു കോംപ്രമൈസില്ല, നല്ല ക്വാണ്ടിറ്റിയിലും ഒന്നും യാതൊരു കോംപ്രമൈസില്ല, എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട്. ഈ ഒരു 4 പൊറോട്ട ഒരു കറിയും കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയും. കോയിൻ പൊറോട്ടയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്കിലും കുഴപ്പമില്ല, നല്ല കറി, നല്ല തിക്നെസ് ഉണ്ട് കറിക്ക്. ഹബിക്കട ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇതാണ് ഹബിക്കട കട. ഇവരാ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് 50 രൂപയ്ക്ക് 4 പൊറോട്ട ബീഫ് കറി. ഇപ്പോൾ ഇവിടെ നിരവധി കടകളുണ്ട്, പക്ഷേ ഇവരെയാണ് ഫേമസ്. അപ്പോൾ എല്ലാം പോയിട്ട് വന്നാൽ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി വന്നത്. കുഞ്ഞിൻ്റെ അങ്ങനെ അവിടെ കശക്കൊണ്ട് അംഗൻവാടി ചെയ്ത് അംഗൻവാടി കാണിച്ചത്. ഇവിടെ ഒരു ആശ്രമമുണ്ട്, ഇത് ശിവാനന്ദാശ്രമം. ഇത് കാശിക്കൊണ്ട് അംഗൻവാടി. കാശി എന്ത് ചെയ്യും? കാശി ഉറക്കമാണോ? ഹായ് ഹായ്. കാശി ഉടുപ്പ് മാറിയോ? കാശിക്കൂടെ എൻ്റെ ഓടി വരുന്നുണ്ട്. ഹാ ഹാ ഹാ. കുറേ മേടിച്ചേ, കുറേ കൊണ്ടാണോ വന്നേ? കുറേ ദിവസം എറിഞ്ഞ കയ്യിൽ പോയി. കുറേ എടുക്ക്. പിടിക്കറി പിന്നെ വാ വാ. നടന്നാ വന്നത്, ബസ് വണ്ടിയൊന്നും കൊണ്ടുവന്നില്ല, നടന്നാ വന്നത്. അച്ഛമ്മ നടന്നാ വന്നത്. വാ നടക്ക്. എന്താ ഇവിടെ നിൽക്കുന്നത്? ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്ന പേജ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്ന സൈനിങ് ഓഫ്.